നമസ്കാരം. അണ്ണാ DMK BJP സഖ്യം വീണ്ടും ഉറപ്പിക്കാൻ തമിഴ്നാട്ടിൽ പുതിയ നീക്കവുമായി BJP കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയെ നീക്കുമെന്നാണ് വിവരം. അണ്ണാമലൈ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ തുടരുന്നതിനാൽ അണ്ണാ DMK എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. 2023 BJP അണ്ണാ DMK സഖ്യം തകരാൻ ഇടയാക്കിയത് അണ്ണാമലയാണ് എന്ന വിമർശനമുണ്ട്. MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK വലിയ ശക്തിയായി തമിഴ്നാട്ടിലുണ്ട്. കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, മുസ്ലിം ലീഗ് എന്നിവർക്ക് പുറമെ തമിഴ്നാട്ടിലെ മറ്റു ചില കക്ഷികളും DMKക്ക് പിന്നിൽ അണിനിരക്കുന്നു. നടൻ വിജയ് TVK പാർട്ടിയുമായി സജീവമാണ്. ഈ വേളയിലാണ് BJP കേന്ദ്ര നേതൃത്വം പുതിയ അടവ് പയറ്റുന്നത്. എന്നാൽ അണ്ണാ DMK കളി മാറ്റിയേക്കുമെന്ന് അണ്ണാമലയുടെ അടുപ്പക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് തമിഴ്നാട്. അണ്ണാ DMK BJP സഖ്യം നിലവിൽ വന്നാൽ ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങും. എന്നാൽ BJP വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന വിശ്വാസത്തിലാണ് DMK. ഇതിനുള്ള കളി ഇവർ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെയാണ് BJP കേന്ദ്ര നേതൃത്വം ജാതി കാർഡ് ഇറക്കുന്നത്. BJPയുമായി അണ്ണാ DMK സഖ്യമുണ്ടാക്കിയാൽ മുന്നണിയിലെ വല്യേട്ടൻ അണ്ണാ DMK ആകും. പാർട്ടി അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടുന്ന ഗൗണ്ടർ സമുദായ അംഗമാണ് അണ്ണാമലയും. പ്രധാന കക്ഷികളുടെ രണ്ട് നേതാക്കൾ ഒരേ ജാതിയിൽ നിന്ന് വരുന്നത് ഗുണം ചെയ്യില്ലെന്നും തേവർ സമുദായത്തിൽ നിന്നുള്ള മറ്റൊരു നേതാവിനെ സംസ്ഥാന അധ്യക്ഷനാക്കാനാണ് BJP കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ. അണ്ണാ DMK പഴതട്ടായി പിരിഞ്ഞിരുന്നെങ്കിലും TTV ദിനകരൻ, ശശികല, O പനീർശെൽവം എന്നിവരെല്ലാം ഇപ്പോൾ കൈകൊടുത്ത് ഒറ്റക്കെട്ടായി. മുതിർന്ന നേതാവ് സെങ്കോട്ടയ്യനെ മുന്നിൽ നിർത്തി എടപ്പാടി പളനിസ്വാമിയെ ഒതുക്കാനാണ് ഇവരുടെ ശ്രമം. സെങ്കോട്ടയ്യൻ ഡൽഹിയിലെത്തി അമിത്ഷായുമായി ചർച്ച നടത്തിയ പിന്നാലെയാണ് എടപ്പാടി അടവ് പാറ്റി ഡൽഹിയിലെത്തിയതും അമിത്ഷായെ കണ്ടതും. BJP തമിഴ്നാട്ടിൽ മഹാരാഷ്ട്ര മോഡൽ പയറ്റുമോ എന്ന ആശങ്ക അണ്ണാ DMKയിലുണ്ട്. സഖ്യം ചേർന്ന് കൂടെ കൂടിയ ശേഷം പാർട്ടിയെ വിഴുങ്ങുമോ എന്നാണ് അവരുടെ ഭയം. ശിവസേനയെ പിളർത്തിയ പോലെ അണ്ണാ DMKയെ പിളർത്താനുള്ള സാധ്യതയും ചില നേതാക്കൾ കാണുന്നു. ഈ വേളയിൽ അണ്ണാ DMK മറ്റു ചില വഴികളും മുന്നിൽ കണ്ടേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അണ്ണാ DMKയെ പൂർണ്ണമായി വിശ്വസിക്കരുത് എന്നാണ് അണ്ണാമലയെ പിന്തുണയ്ക്കുന്ന BJP നേതാക്കളുടെ മുന്നറിയിപ്പ്. അണ്ണാമലയെ നീക്കിയ ശേഷം അണ്ണാ DMK വിജയുടെ TVK പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി വഞ്ചിക്കുമെന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. അണ്ണാ DMK TVK സഖ്യ ചർച്ച നടക്കുന്നുവെന്ന് വാർത്തകളുണ്ട്. K അണ്ണാമലയുമായി അമിത്ഷാ ചർച്ച നടത്തി പദവിയിൽ നിന്ന് നീക്കുന്ന കാര്യങ്ങൾ ബോധിപ്പിച്ചുവെന്നാണ് വാർത്തകൾ. BJP MLA നയിനാർ നാഗേന്ദർ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്നാണ് കരുതുന്നത്. തേവർ സമുദായക്കാരനാണ് ഇദ്ദേഹം. ഇതുവഴി തേവർ സമുദായ വോട്ട് കൂടി നേടാൻ സാധിച്ചാൽ തമിഴ്നാട്ടിൽ ഭരണത്തിലാകാമെന്ന് BJP കരുതുന്നു.